വാ എല്ലാവരും വാ. പുറയിലൊരു കൂട്ടം ആളെ, എല്ലാവരുടെയും ഫോട്ടോ എടുക്കാനാ. അവൻ്റെ മാത്രം എടുത്താൽ മതിയോടെ, ഞങ്ങളെയും കൂടെ എടുക്ക്. നല്ല ടീമെല്ലാം. അതെങ്ങനെയുണ്ട്? ഇത് കുറച്ച് വരുന്ന കണ്ടിട്ട് ആൾക്കാർ പേടിച്ചിട്ട് ഓടുന്നേ. അപ്പം ചിലപ്പോൾ വീഴുവോ കടിക്കാൻ വരുന്ന പോലെ തോന്നുകയൊക്കെ ചെയ്യും. ഇപ്പം കണ്ടില്ലേ അമ്മമാരുടെ ഏരിയ ഇത്. ശരിക്കും പറഞ്ഞാൽ അവർ കിടക്കുന്നിടത്ത് വന്ന് അവരുടെ ആൾക്കാരുടെ ഫോട്ടോ ചോദിക്കാതെ എടുത്തെന്നുള്ള പരാതിയിലാണ് ഇവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇത്രയേ ഉള്ളൂ കാര്യം. വെറുതെ ആവശ്യമില്ലാതെ ഇതുങ്ങളെ കണ്ട് ഓടിയിരുന്നെങ്കിൽ, ആ കുരയും കേട്ട് ഇവൻ ഇപ്പോൾ ഓടിയിരുന്നേൽ പട്ടി പുറകെ വന്നു, കടിക്കാൻ വന്നു, എന്തൊക്കെ പേര് ദോഷമല്ലേ മോനെ? അല്ലേ? എന്തൊക്കെ പേര് ദോഷമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ലേ? എല്ലാവരും ഓരോ ഫോട്ടോ എടുത്തേക്ക്. ഇങ്ങോ. ഓ ഇവനാരാ? ഇവൻ വേറൊരാളാണല്ലോ, മാറി എന്നൊക്കെ നോക്കുന്നു. എന്താടി എന്നാ ഹസ്കി ആണല്ലോ? എവിടുന്നോ? ഇത് ലാബ്, ഇത് ഡാൽമേഷൻ, ഇത് ഇച്ചിരി ബീഗിൾ എവിടുന്നോ കയറി പോയ പോലെ ഉണ്ട്. ഡാൽമേഷൻ അല്ല, നാടൻ പട്ടി ഇറങ്ങി കിടന്ന് ബീഗിള്, റോഡ് വീലർ. ഇത് കണ്ടോ ആ റോഡ് വീലർ? ഇവൻ പക്ഷേ എവിടെ നിന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹച്ചിക്കോ ആണോ? എന്ത് ഹച്ചിക്കോയോ? ഇത് പക്ക വീഗിളിൻ്റെ എന്തോ ഒരു സാധനം വന്നത്. ഇത് ലാബ് എവിടെയൊക്കെയോ. ഇവൻ ഹസ്കിയുടെ ആരാണ്ട വകയല്ലല്ലടാ. നീയും വീഗിളല്ലേ? അതാരാ? അത് റോഡ് വീലർ അല്ലേ? ഡോവർമാൻ അത്രയല്ല, മോന്തയ്ക്ക് കുറച്ച് നീളം കാണും. അങ്ങനെ ക്രോസായി പോയാ. നീ എന്ത് വലിയ ആൾ കളിച്ചിരിക്കുന്നു ഇവിടെ നിന്ന്. നിനക്കൊരു വല്ലാത്ത ഭാവമൊക്കെ. ഓ പിന്നെ അയ്യോ ആണ് ഇവൻ വലിയ ആളല്ലേ? നീ അങ്ങനൊന്നും അല്ല. നീ വാ ചോദിക്കട്ടെ. എന്താ വാ, കണ്ടോ? നീ അല്ലേ? ഗുഡ് ഗേളാണോ? ഗേളാണോ ബോയാണോ? ഗേളാണോ ബോയാണോ? നിന്നെ കണ്ടിട്ട് ഗേള് പോലെ ഉണ്ടല്ലോ. ഗേളിയാണോ ഡി? ചാടി കയറ്, മേത്തോട്ടൊക്കെ ചാടി കയറൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പരിപാടി അതല്ലേ? ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചാടി കയറുക, ആൾക്കാരെ പേടിപ്പിക്കുക, എന്നിട്ട് ചുമ്മാ അലമ്പുണ്ടാക്കുക. എന്താടാ നീ? എന്താ 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 എന്നാ എന്നാ? വാ തൊട്ടോ നോക്കണ്ടേ? ഓ തൊടത്തൊന്നുമില്ല. ഞങ്ങൾ വേറെ 2-3 ടെസ്റ്റ് ഇവിടെ ചെയ്തിട്ട് തൊടത്തുള്ളേ. അങ്ങനെയാണ് ഞങ്ങൾ. ഇതാരാ മറിയുന്ന കിടന്ന്? വഴക്കുണ്ടാക്കാൻ ചെന്നാണ്. എന്താ പാടി നിന്റെ പ്രശ്നം? എസ്കിമോനെ ഒരാളുടെ കിടപ്പുണ്ട്. അവനൊരുത്തം വേറെ മെയിൻ ആളടി കിടപ്പുണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ ഗ്രാൻഡ് പേരൻ്റ് ആരോ ഒരാൾ അവിടെ ഉണ്ട്, മാറി കിടപ്പുണ്ട് അവിടെ. അയാളിങ്ങോട്ട് വരത്തൊന്നുമില്ല. ഏറ്റവും മൂത്ത അവനാന്ന് തോന്നുന്നു. ഡേയ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാണോ? ശരി, ഇവർക്കിപ്പോൾ അറിയാവോ ഇനി എല്ലാവരുടെ ഫോട്ടോ എടുത്തെടുത്ത്? പട്ടികൾക്കൊക്കെ അറിയാൻ തോന്നി ഇപ്പോൾ ഇൻസ്റ്റ ഉണ്ടെന്നും ഫോട്ടോഗ്രാഫേഴ്സ് വരുമെന്നും അവരുടെ ഫോട്ടോ എടുക്കുമെന്നൊക്കെ അറിയാവുന്ന പട്ടികളാണെന്ന് തോന്നുന്നു. നീ എന്തോ വലിയ ആൾ കളിച്ച് അവിടെ മാറി നിന്നേ? എന്തിനാ ഓടിപ്പോന്നേ? എന്തിനാ പോന്നേ? നിങ്ങളിവിടെ നിന്ന് കുറച്ചപ്പോൾ ഞങ്ങൾ ഓർത്ത് നിങ്ങൾ വന്ന് കടിച്ച് പറിച്ച് ഓടാൻ പോവാന്ന് ഞങ്ങളല്ലേ? എന്നിട്ട് ഓടിയിട്ട് വേണം മറിഞ്ഞു വീണിട്ട് പട്ടിയെ കുറ്റം പറയാൻ. ആ കുറെ കേട്ടാലേ ഈ പുള്ളികൾ ഓടും. എല്ലാവരോടും കുറച്ചുകൊണ്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ടെറർ. ഇമാരിപ്പോൾ അങ്ങ് അറ്റാക്ക് ചെയ്യും. ഈ ടീമേ എല്ലാം പാവങ്ങളെ. എൻ്റെ മോനെ നിന്നെയൊക്കെ എന്തോ ചെയ്യുവടാ ഇങ്ങനെ പോയാ. എന്നോ ചെയ്യും നിന്നെ. ഇങ്ങനെ കിടന്ന് ആൾക്കാരെ കുറച്ച് പേടിപ്പിച്ചിട്ട് ആൾക്കാരെല്ലാം കൂടെ നിന്നെയൊക്കെ തല്ലിക്കൊന്ന് ഒരു കാര്യവും ഇല്ല. വല്ല ആവശ്യമുണ്ടോ നിൻ്റെയൊക്കെ? ഉണ്ടോ? ഇടി ഉണ്ടോന്ന്? ഇല്ലേ? ഇല്ല. അതിന് പേടിയല്ല, അവനൊരിച്ചിരി സംശയമാണ്. അടുക്കത്തില്ല ആരുടെ അടുത്തും. അവൻ നേരത്തെ വിട്ട അതാ വല്ലാത്തൊരാൻ പട്ടി. അത് അവൻ്റെ വാലൊക്കെ താന്ന് കിടക്കുന്നുണ്ടോ? അവൻ വിഷയം. അവൻ്റെ അടുത്തോട്ട് എല്ലാം കൊള്ളത്തില്ല. വാടാ. ഓ അവനെ കണ്ടോണേ. അവൻ്റെ ഒരു നോട്ടവും നിപ്പൊക്കെ ഉണ്ടോ? തിരിഞ്ഞൊക്കെ നോക്കുന്നു. വാടാ ഇവിടെ നോക്കണം. നിന്നെയാ വേണ്ട. നിന്നെ ഇന്ന് തല്ലി കൊല്ലുമോ ഇവിടെ ഇട്ട്? നീയാ കുഴപ്പക്കാരനെ ഇവിടുത്തെ അല്ലേ?
നീ കുഴപ്പക്കാരനാണോടാ? പാലൊക്കെ താത്തിയിട്ട് നടക്കുന്നു. ഇങ്ങോ ബാ ബടി ബാ. പിന്നെ അങ്ങോട്ട് ചെല്ലാൻ കൊള്ളത്തില്ല അവൻ്റെ അടുത്തോട്ട് കേട്ടോ. മാലൊക്കെ താത്തി പേടിച്ചൊക്കെ നിൽക്കുന്ന. ആരും ഇവനെ കല്ലെറിഞ്ഞിട്ടുണ്ട് അല്ലേടാ? പിന്നെ ആരോ പണ്ട് കല്ലൊക്കെ എറിഞ്ഞ് ഓടിച്ചതിൻ്റെ ട്രോമ കാരണം, ചൈൽഡ്ഹുഡ് ട്രോമ കാരണം ഇങ്ങനെ ആയതോ. ഇത് മനുഷ്യൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ അവർക്ക് എല്ലാവരെയും പേടി, സംശയം അതൊക്കെ വരും. ഇങ്ങനെ അകന്നകന്ന് പോവും. കൂട്ടത്തിൽ നിന്ന് വേറൊരു ആൾക്കാരൊക്കെ ആരെങ്കിലും ഇടപെടാൻ നോക്കിയാൽ നടക്കത്തില്ല അവരുടെ അടുത്ത്. അവരിങ്ങനെ മാറി മാറി ഒറ്റപ്പെട്ട് കണ്ടോ. മറ്റേ കൂട്ടരെല്ലാം നമ്മളോട് സഹകരിക്കുമ്പോൾ ഇവിടെ ഒരാൾ മാത്രം മാറി കിടക്കുന്നു. കാരണം എന്താ? ചൈൽഡ്ഹുഡ് ട്രോമ. പേരൻറ്റിങ് ശരിയായില്ലടാ അതിൻ്റെ? പേരൻറ്റിങ് ശരിയല്ലേ? അതോ ചൈൽഡ് അബ്യൂസാണോ? ഏതാ നിൻ്റെ പ്രശ്നം? ചൈൽഡ്ഹുഡ് ട്രോമ കാരണം ഇങ്ങനെ ആയതാണോ? മാറി കിടക്കുന്നത് അതുകൊണ്ടാണോ? ഇൻട്രോവേർട്ടാണോടാ? ഇൻട്രോവേർട്ടാണോ നീ? ഇൻട്രോവേർട്ടാണോ? നീ വന്നേ ചോദിക്കട്ടെ വാ. ആരും ഒരാൾ കല്ലെറിഞ്ഞെന്ന് നീ എന്തിനാണ് എല്ലാവരെയും പേടിക്കുന്നത്? അത് നമുക്ക് അത്രയും ബുദ്ധിയല്ലേ ഉള്ളൂ അല്ലേ? ഭയങ്കര ബുദ്ധിയുള്ളവരാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ? ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യത്തില്ലേ അല്ലേടാ? അല്ല ഇവിടെ വല്ല മന്ത്രി ആവുമോ പോലീസ് ആവുമോ ഒക്കെ ചെയ്തേനെ. പക്ഷെ എന്ത് ചെയ്യാനാ? അല്ല IT കമ്പനിയിൽ നല്ല ജോലിയൊക്കെ എടുത്ത് ഇവിടെ ജീവിക്കേണ്ട ആൾക്കാരായിട്ട് മാറിയാണ്. നമുക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ കല്ലെറിഞ്ഞവരെയൊക്കെ നമുക്ക് ദേഷ്യം അല്ലേ? ആണോ? അത് മാറത്തുമില്ല ഇനി ഒരിക്കലും. കുഞ്ഞു ബുദ്ധിയല്ലേ? അത് ഇതിൽ കൂടുതലൊക്കെ എന്ത് മനസ്സിലാക്കാൻ? ആകെ അറിയാവുന്ന ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെ ആരെങ്കിലും കല്ലെറിയൊക്കെ ചെയ്തിട്ട് ഓടി രക്ഷപ്പെടണമെന്നറിയാം. പിന്നെ ആരെങ്കിലുമൊക്കെ കാണുന്ന കഴിഞ്ഞാൽ പേടിപ്പിക്കാൻ അറിയാം. കുറയ്ക്കും. ചിലപ്പോൾ ആ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ കടിക്കും അല്ലേ? അത്രയല്ലേ ഉള്ളൂ. വേണോ നോക്കിയേ എന്തിനാ എങ്ങനെ കിടക്കുന്നത്? ഇങ്ങനെ വന്നേ വാ വാ വാ. സംശയം മാറത്തില്ല. പുള്ളി കുറേ ടൈം എടുക്കും. കാരണം മറ്റവരെ പോലെ അല്ല. അതുകൊണ്ട് അവിടെ അത് കണ്ട് ഫോട്ടോഗ്രാഫി നടക്കുക. പിന്നെ അങ്ങനെ എടുക്കട്ടെ ഫോട്ടോ? കണ്ടോ? ഓ മനസ്സിലായി. പേടിയാ. ഓക്കെ ഓക്കോ. നിന്നെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇങ്ങോ കണ്ടോ പോകുന്നുണ്ടോ പാവം. അതിനെ ആരോ പണ്ട് കല്ലെറിഞ്ഞിട്ടുണ്ട്. എല്ലാം ഇവരെ കണ്ട് ഇത്രയും ആ കൂട്ടത്തിലുള്ളവരെല്ലാം ഇവിടെ കളഞ്ഞു നിൽക്കുമ്പോൾ അവൻ അടുത്തോട്ടൊന്ന് അനങ്ങുമ്പോഴത്തേനും അവന് പേടിയാ. വാ ഇങ്ങോട്ട് വരാമെങ്കിൽ വരാം. അല്ല നിൻ്റെ അടുത്തോട്ട് വന്നാൽ നീ കടിക്കും. അതിൻ്റെ പ്രശ്നം അതാണേ. ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടേ ഒരാൾ മാത്രമേ ഉള്ളൂ ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ളത്. അയാളാ. ആരോ കല്ലെറിഞ്ഞിട്ടുണ്ട്, എല്ലാം അടിച്ചിട്ടുണ്ട്. ഞാൻ അടുത്തോട്ട് എന്നപ്പോഴത്തേന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടുന്നു പേടിച്ചിട്ട്. വാ. ഇയാൾക്കൊരു പേടിയില്ല അല്ലേ? നീ ഗുഡല്ലേ? ഗുഡ് ഗേൾ. എടാ ഗേളല്ലടാ, ഇതാണടാ. എന്നെ അന്തീകരിച്ചെന്ന് തോന്നുന്നു. അഗ്രഷനൊന്നുമില്ല. എല്ലാവരും പോയി. അവരവരുടെ പണിക്ക് പോയി. ഇറങ്ങിയാൽ മതിയോ? താങ്കളും പ്രതികരിക്കൂ. എന്തെങ്കിലുമൊക്കെ പറ. ജന്തർ മന്ത്രം എന്നൊക്കെ പറ ഇവിടെ ഇരുന്നോണ്ട്. ഹലോ ഡേയ്, മൈൻഡ് ചെയ്യുന്നില്ലേ? ഉറക്കമാണ് പലരും. ഇതുപോലെ ഉറങ്ങിക്കിടക്കുകയാണ് ഇവിടുത്തെ മനുഷ്യർ. അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് അങ്ങനെ ഒരു പരിപാടി അങ്ങോട്ട് കാര്യങ്ങളെ എത്തിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ മാത്രമാണ്. ഡേയ് പോവാണോ? ഇങ്ങ വാ. ചെവി കേൾക്കാത്തത്. അതിന് ചെവി കേൾക്കത്തില്ല. കണ്ടോ? അവരുടെ കൂട്ടത്തിൽ നിന്ന് വന്നതാ പുള്ളി. അതിന് ചെവി കേൾക്കത്തില്ല പട്ടിക്ക്. ഞാൻ എന്റെ അത്ര അടുത്ത് നിന്ന് വിളിച്ചില്ലേ? അറിഞ്ഞില്ല. അത് അറിയുന്നില്ല. കണ്ടോ? നോക്കത്ത് പോലും ഇല്ല. ഞാൻ അതിന്റെ അടുത്തൂടെ അറിഞ്ഞില്ലല്ലേ? അതിന് ചെവി കേൾക്കത്തില്ലടോ. അങ്ങനെ പട്ടികളൊക്കെ ഉണ്ട് ചെവി കേൾക്കത്തില്ല. ഇതിനകത്തൊണ്ണത്തിന് ചിലപ്പോൾ കണ്ണൊരെണ്ണം കാണത്തില്ലായിരിക്കും. പക്ഷെ കണ്ണ് കാണാതായാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ചെവി കേൾക്കാതായാൽ മനസ്സിലാകത്തില്ല. അതിന്റെ തൊട്ടിപ്പുറത്തിന് ഞാൻ വിളിച്ചിട്ട് പോലും അത് അറിഞ്ഞില്ല. ഇപ്പൊ വിളിച്ചപ്പോഴും പുള്ളി നോക്കുന്നു പോലും ഇല്ല. കണ്ടോ? അങ്ങനെ പോകത്തില്ല. എല്ലാവരും നോക്കും. അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നോക്കി. കാര്യം എന്താ അറിയാം? ഇവന് ചെവി കേൾക്കത്തില്ലെന്ന് അവർക്കറിയാം. മനസ്സിലായില്ലേ? ഇനി ഇയാള് വല്ല പ്രശ്നം ഉണ്ടാക്കുവാണോ എന്നൊരു കൺസേൺ വെച്ചിട്ടാണ് മറ്റേയാളെ നോക്കിയത്. ശരിയല്ലേ? ആണോ? എന്താ പ്രശ്നം? ആളെന്ത്? ആളെ വല്ല ഇനി കേൾക്കുന്നില്ലാത്തത് കൊണ്ടേ. മനുഷ്യരല്ലേ, പറയാൻ പറ്റത്തില്ലല്ലോ. വിളിച്ചിട്ട് കേട്ടില്ലെന്നോ ഞാൻ തല്ലുവൊക്കെ ചെയ്യും. ഏത് വിളിച്ചിട്ട് കേൾക്കുന്നില്ലടാ, നീ അധിക പ്രസംഗിയാണോടാ, നീ എന്തോടാ എന്നൊക്കെ ചോദിച്ച് തല്ലിയാലോന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ നോക്കിയതാ പാവങ്ങള്. അവർക്ക് മനുഷ്യരെ അറിയാൻ തോന്നുന്നു.